വിഷ്ണുവിനെ വിശ്വസിക്കാൻ അറിയില്ല. ഒരാളും ഒരു പ്രപ്പോസലായിട്ടോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു രീതിയിലും ഇത്രയും വർഷത്തിൻ്റെ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു സിനിമയിൽ വന്നിട്ട് ഇപ്പോൾ 10 വർഷം ആവാൻ പോകുന്നു. ഇല്ല, വന്നിട്ടില്ല. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ ഒരു അട്രാക്റ്റീവ് സംഭവം കൊടുക്കാൻ ഞാൻ അങ്ങനത്തെ ഒരു ഗേൾഫ്രണ്ട് മെറ്റീരിയൽ അല്ല, തുടക്കമേ തന്നെ പറയാം. പക്ഷേ എനിക്ക് ലൈഫിനെ ഭയങ്കര പ്രാക്ടിക്കലായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതിൻ്റെ ഉള്ളിലൊരു ഇമാജിനറി വേൾഡ് ഉണ്ട്, അതിൻ്റെ ഉള്ളിലൊരു സിൻഡ്രലയുണ്ട്, അതിൻ്റെ ഉള്ളിലൊരു വേറെ പരിപാടികളൊക്കെ ഉണ്ട്. ബട്ട് സ്റ്റിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. അതിനെ അത്രയില്ല. പക്ഷെ എനിക്കറിയാം ഞാൻ ഭയങ്കര റൊമാൻറ്റിക് ആണ്, ഞാൻ ഭയങ്കര ചില്ലാണ്, ഞാൻ ഭയങ്കര പൊട്ടിയാണ്, മണ്ടിയാണ്, അങ്ങനത്തെ കാര്യം. അത് നമ്മുടെ ആ കംഫർട്ട് സ്പേസിൽ മാത്രമേ നമ്മളത് ചെയ്യൂ. ഞാനിത് ആദ്യമായിട്ടൊരു ഇന്റർവ്യൂ ഇത് വിഷ്ണുവിന്റെ ഇന്റർവ്യൂ പറയുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. പക്ഷെ അങ്ങനത്തെ ഒരു കംഫർട്ട് സ്പേസ് വരുമ്പോഴത്തേക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം. അത് മാത്രമേ എനിക്കുള്ളൂ. കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജെനുവിനിറ്റി. അതായത് നമുക്ക് ഈ ട്രസ്റ്റ് ഇഷ്യൂ ഉള്ളത് കൊണ്ട് നമ്മളെ ഒരാളെ വിശ്വസിച്ച് അങ്ങ് അൾട്ടിമേറ്റ് ആണ് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്. അത് ബ്രേക്ക് ആവുമ്പോൾ ലോയൽറ്റിയുടെ ഒരു ചെറു ഇതെങ്കിലും പോയാൽ തീർന്നല്ലേ. കാരണം ഞാൻ അങ്ങനെ ഒരു റിലേഷൻഷിപ്പിലേക്ക് ആവുമ്പോൾ ഞാൻ എൻ്റെ A to Z ഓപ്പൺലി പറയുന്ന ഒരാളാണ്. അപ്പോൾ അത് തിരിച്ച് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. അത് വേറെ വശം. എന്നോട് പറയണമെന്ന് എനിക്ക് നിർബന്ധമില്ല. പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്നുള്ള അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. പറഞ്ഞില്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. പക്ഷെ അറ്റ് ദ മൊമെൻറ്റ്, ആ മൊമെൻറ്റ് തൊട്ട് പിന്നെ അങ്ങോട്ടുള്ളതിൽ നമ്മൾ കള്ളം കാണിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് റിലേഷൻ ബ്രേക്കപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ അതിനെ റിലേഷൻ പോലും വിളിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആദ്യത്തെ ഒരു മീറ്റിംഗ് 2 മീറ്റിംഗ് തന്നെ നമ്മൾ ബൈ. അത് റിലേഷൻ അല്ലല്ലോ, ജസ്റ്റ് ഡേറ്റിംഗ് മാത്രമല്ലേ. അതിൽ ബൈ പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ എനിക്കറിയത്തില്ല, ഞാൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയാണ്. ഫിലിംസ് ഇൻഫ്ലുവൻസ് ഒന്നും വന്നില്ല? ഇല്ല. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആ സാധനം അതില്ല എനിക്ക്. ആ സാധനം ഇല്ല. അതൊക്കെ ഓഫായി കിടക്കുക, സ്വിച്ചൊക്കെ. അതൊക്കെ മെയിൻ്റനൻസിന് പോകേണ്ട ഒരു സമയമില്ലേ. അത് എനിക്ക് തോന്നുന്നത് നമ്മളെ ഈ ഉത്തരവാദിത്തത്തിലേക്ക് കയറി കഴിയുമ്പം എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് ബോയ്സ്, അതായത് ഈ വീടൊക്കെ നോക്കുന്ന ചില ആൺകുട്ടികളൊക്കെ ഇല്ലേ, ഉത്തരവാദിത്തമുള്ള, എനിക്ക് അവരോട് ഭയങ്കര റെസ്പെക്റ്റാണ്. എനിക്കെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വീട്ടിൽ അങ്ങനത്തെ ഒരു ഫിഗർ ഞാൻ ആയതുകൊണ്ട് എനിക്ക് ചില ആൺകുട്ടികൾ പറയും പെങ്ങളെ കെട്ടിക്കണം, വീട് വെക്കണം. എനിക്കങ്ങനെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ തൊഴുതി കാല് കഴുകി വെള്ളം കുടിച്ചോട്ട്. കാരണം അത്രയ്ക്ക് റെസ്പെക്റ്റ് എനിക്ക്. കാരണം ഒന്ന് ആലോചിച്ച് വെക്കും, ഒരു ആൺകുട്ടി ഉണ്ടായി, അവൻ അത്രത്തോളം ഡ്രീമിൽ നിൽക്കുന്ന അവസ്ഥയിലും അവൻ്റെ ലൈഫ് സെറ്റിലാക്കുന്നതിന് മുന്നേ അവനെ പെങ്ങളെ കെട്ടിക്കണം. ആ പെങ്ങളെ കെട്ടിക്കുന്ന കല്യാണ ദിവസം അവർ നിൽക്കുന്ന ദിപ്പുണ്ട് സ്റ്റിൽ അല്ലേ, വേർത്ത് കുളിച്ച് വേറെ ആരെന്ത് വന്നാലും പുള്ളി ഇങ്ങനെ ഒരു മരം പോലെ ഇങ്ങനെ നിൽക്കണം. അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ് എന്ന് പറയുമ്പോഴും എനിക്ക് അവരോട് ഭയങ്കര റെസ്പെക്റ്റാണ്. അത് ഒരു നമ്മൾ അറിയാതെ നമ്മുടെ തലയിൽ വരുന്ന ഒരു ഉത്തരവാദിത്വമാണ്. നമ്മൾ അറിഞ്ഞുകൊണ്ട് വരുന്നതല്ല, ബട്ട് അത് എൻജോയ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. ഞാൻ എൻ്റെ പെങ്ങളുടെ കല്യാണം ഞാൻ നടത്തുമെന്ന് പറയുന്ന, അല്ലെങ്കിൽ എൻ്റെ ഫാമിലി ഞാൻ ടേക്ക് കെയർ ചെയ്യുന്നുള്ളൊരു സംഭവമുണ്ട്. അത് വിച്ച് ഇസ് ഗുഡ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ചില ആൾക്കാർക്ക് അത് പറയാതെ, എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പറയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുമല്ലോ. എനിക്ക് എൻ്റെ ലൈഫാണ് നോക്കേണ്ടത്, ഞാൻ എന്ന് പറയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. അതിലും അത് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അത് ഭയങ്കര റെയറാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതല്ല. സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസ്, ഞാൻ ഭയങ്കര പുറകോട്ടാണേ അതെനിക്കറിയാം. സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസുമായിട്ടുള്ള ഇൻട്രാക്ഷൻ വനിതാ തിയേറ്ററിൽ പ്രിവ്യൂ വയ്ക്കുന്നതുകൊണ്ട് ഭയങ്കരമായിട്ട് കൂടി. അതിന് കുറേ പോസിറ്റീവ്സ് ആയിട്ടുണ്ട്, ഒരുപാട് നെഗറ്റീവ്സ് ആയിട്ടുണ്ട്. എനിക്ക് ചോദിക്കാനുള്ളത് ഗ്രേസ്, ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ബാർട്ടർ സംവിധാനം പോലെ അത് നീങ്ങാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. അതായത് ആർട്ടിസ്റ്റുകളെ ഓൺലൈൻ മീഡിയ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യും, തിരിച്ച് ആർട്ടിസ്റ്റുകളെ എന്താ പറയുക വേറെ രീതിയിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിന് ഓൺലൈൻ മീഡിയ പഴി കേൾക്കും. ഇത് ശരിക്കും ആരാ നല്ല സ്റ്റാൻഡ് എടുക്കേണ്ടത്? കാരണം ഇപ്പോൾ ഓൺലൈൻ മീഡിയ ആളുകളെ ഷൂട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കുമ്പോഴും ഈ ഓൺലൈൻ മീഡിയനെ നന്നായി യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. അവരുടെ പല പരിപാടികൾക്ക് പോയി അവരുടെ ലൈഫ് അപ്ഡേറ്റ്സ് കൊടുക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇവരെ ടിഷ്യൂ പേപ്പർ പോലെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അപ്പുറത്ത് ഇതുണ്ട്. ഇത് ശരിക്കും ഇതിനെന്താ ഗ്രേസ് എന്താ വിചാരിക്കുക അതിനെ പറ്റിയിട്ട്? തുടക്കത്തിൽ ഇത് നമ്മളെ കളിയാക്കുന്ന പരിപാടിയാണെന്ന് തുടക്കത്തിൽ എനിക്ക് തോന്നിയായിരുന്നു. ഇത്രയും മൊബൈൽ ക്യാമറ മാത്രമല്ല ഈ വിനീതയിൽ പോകുമ്പോൾ, എസ്പെഷ്യലി ഞാൻ പറയാൻ കാരണം ചോദിച്ചുകൊണ്ടാണ്, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല സിനിമേനെ. ഞാൻ അതുകൊണ്ട് എൻ്റെ 1-2 പ്രിവ്യൂസിനൊക്കെ ഞാൻ പോയി കഴിഞ്ഞിട്ട് നമുക്ക് ജെനുവിൻ ആയിട്ടുള്ള റിയാക്ഷൻ അല്ല അവിടെ നിന്ന് കിട്ടുന്നതെന്ന് എനിക്ക് ചില സമയത്ത് തോന്നിയിട്ടുണ്ട്. സ്റ്റിൽ അത്രയും മീഡിയാസ് ഉള്ളതുകൊണ്ടും നമ്മൾ കവർ ചെയ്യേണ്ടതുകൊണ്ടും കണ്ടന്റ് കൊടുക്കേണ്ടത് കൊണ്ടും നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്. അതല്ലാതെ നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന മറുപടി 2-2 ആണ്.
അതൊരു കാര്യം. അതല്ലാതെ ഈ ക്യാമറയ്ക്ക് പുറകിൽ നിന്ന് വീഡിയോ എടുത്തിടുന്ന ചില ആൾക്കാരും ഉണ്ടല്ലോ. സ്റ്റിൽ ഓക്കെ, നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സ്റ്റാൻഡുണ്ട്. നമ്മുടെ രാജ്യത്ത് നമുക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. സ്വാതന്ത്ര്യം ഓക്കെ, വിഷ്ണുവിൻ്റെ അഭിപ്രായം പറയുന്നു. അത് വിഷ്ണുവിനെ കേൾക്കാൻ ഇരിക്കുന്ന 1-2 സുഹൃത്തുക്കളോടോ ഫാമിലിയോടോ വിഷ്ണു പറയുമ്പോൾ വിഷ്ണുവിനറിയാം വിഷ്ണു പറയുന്നത് അവർ കേൾക്കുമെന്ന്. അവർ എടുത്താലും എടുത്തില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് വിഷ്ണു പറയുന്ന കേൾക്കുന്ന ഒരു ധാരണയുണ്ട്. ഇതല്ലാതെ നമ്മളൊരു മീഡിയയുടെ മുമ്പിൽ നിന്ന് അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ പർട്ടിക്കുലർ നമ്മൾ ഓൺ ചെയ്യുന്ന യൂട്യൂബ് ചാനലിൽ നമ്മൾ പറയുമ്പോൾ എൻ്റെ അഭിപ്രായമാണ്, എൻ്റെ സ്വാതന്ത്ര്യമാണ്, നിങ്ങൾ കേൾക്കണമെങ്കിൽ കേട്ടാൽ മതി എന്ന് പറയുമ്പോൾ അതിന് മോണിറ്റൈസ് ചെയ്ത് കാശ് വാങ്ങിക്കുന്നുണ്ട്. അതിന് ആഡ് ഇട്ട് അവരത് കാശ് വാങ്ങിക്കുമ്പോൾ അതൊരു ബിസിനസ്സാണ് അല്ലേ? അതൊരു ബിസിനസ്സാണ്. അതിനെങ്ങനെ എടുക്കും നമ്മൾ? അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്യുന്നത് ഓരോ പടത്തിനെയും പോയി കണ്ടിട്ട് അവരതിനെ വിറ്റിട്ട് അവർ കാശ് വാങ്ങിക്കും. ബിക്കോസ് ദേ ആർ ഡൂയിങ് ദ സെയിം തിങ് അല്ലേ? അവരും ചെയ്യുന്ന, നമ്മളും പടം എടുത്തിട്ട് കാശ് ഉണ്ടാക്കുന്ന ബിസിനസ് ചെയ്യുന്നു. അവരും ആ പടം കൊണ്ട് തന്നെ ചെയ്ത് റിവ്യൂ എടുത്ത് അവർ കാശ് വാങ്ങിക്കുന്നില്ലെങ്കിൽ ഓക്കെ പറയാം ഞങ്ങളുടെ അഭിപ്രായമാണ്, നിങ്ങൾ എങ്ങനെ ചെയ്യുന്നു. അവർ സ്റ്റിൽ അവർക്കറിയാം പോസിറ്റീവ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എവിടെയും ആൾക്കാരിലേക്ക് എത്തൂലെന്ന് അറിയാം. അതുകൊണ്ട് അവർ നെഗറ്റീവ് പറഞ്ഞിട്ട് അതിനെ മോണിറ്റൈസ് ചെയ്ത് അതിന് പേയ്മെന്റ് അവർക്ക് കിട്ടുന്നു. അങ്ങനെ നോക്കുമ്പോൾ അത് ഫെയർ അല്ല അല്ലേ? അത് എനിക്ക് ചില റിവ്യൂസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും നമുക്കത് കണ്ടപ്പോൾ അത്രയും വിയർഡായിട്ട് തോന്നിയില്ലല്ലോ, ഇത്രയും അതിനെ തരം താഴ്ത്തണമായിരുന്നോ എന്ന് നമുക്ക് തോന്നും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ നമുക്കറിയാം ആരൊക്കെ എവിടെയൊക്കെ എന്തൊക്കെ ചെയ്തിട്ടാണ് ഇവരിതിങ്ങനെ പറയുന്നതെന്ന്. നമുക്ക് ഉള്ളിൽ നിൽക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്കറിയാം. പക്ഷെ നമ്മളത് എവിടെയും പോയി പറയില്ല, കാരണം അത് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. 2 സൈഡും നമ്മൾ ബ്ലെയിം ചെയ്യണം. ഇത് പേയ്മെന്റ് വാങ്ങിച്ച് ചെയ്യുന്നവരുണ്ട്, പേയ്മെന്റ് ചോദിച്ച് ചെയ്യുന്നവരുണ്ട്. അപ്പം നമ്മളിത് ഇത് കാണുന്ന നോർമൽ ഓരോ ഓഡിയൻ ഇത് മനസ്സിലാക്കുന്നില്ല. അവർക്ക് ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു ചരടുവലി അവർക്ക് അറിയില്ല. ഇത് പറയാനാണെങ്കിൽ ഇത് അത്യാവശ്യം വലിയൊരു ടോപ്പിക്കാണ്. പക്ഷെ എനിക്ക് ആരെയും ഹേർട്ട് ചെയ്യാൻ താല്പര്യമില്ല. ചില റിവ്യൂസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും ഇത്രയും വേണ്ടായിരുന്നു എന്ന് തോന്നും. ഇതൊരു വാശിപ്പുറത്ത് ചെയ്യുന്ന പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അതിനും അവർക്ക് മോണിറ്റൈസ് ചെയ്ത് പേയ്മെന്റ് കിട്ടുന്നുണ്ടെന്ന് അറിയുമ്പോൾ അത് കുറച്ചെങ്കിലും ഒരു മനസാക്ഷി 2 സൈഡിൽ നിന്നും വേണ്ടേന്ന് ആലോചിക്കാറുണ്ട്. ഒരു സൈഡിൽ നിന്ന് ഞാൻ ഒരാളെ മാത്രം ബ്ലെയിം ചെയ്യുന്നില്ല, 2 സൈഡിൽ നിന്നും വേണ്ടേന്ന് ആലോചിക്കാറുണ്ട്. മീഡിയാസ് ദേ ആർ ഡൂയിങ് ദെയർ ജോബ്, അതുപോലെ തന്നെ നമ്മളും നമ്മുടെ ജോലി ചെയ്യുന്നില്ലേ. അപ്പുറത്തെ സൈഡ് എന്നോട് ബഡായി ആര്യ ചേച്ചി പറഞ്ഞൊരു കാര്യമാണ്, സാരി ഉടുത്തുന്ന ഒരു ഫംഗ്ഷന് പോകാൻ ഭയമാണ് വിഷ്ണു. ഞാൻ ഉടുത്ത് പോകാറില്ലല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് അങ്ങനെ ഉടുത്ത് പോകാൻ തോന്നാറില്ല, കംഫർട്ടില്ല. എന്തൊക്കെ നോക്കണം പറ, എന്തൊക്കെ നോക്കണം നമ്മൾ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ? ഓക്കെ, നമ്മൾ സെലിബ്രിറ്റിയാണ്, നമ്മുടെ അടുത്തേക്ക് ആൾക്കാർ വരും, ശരിയാണ്. എനിക്ക് ഇങ്ങനെ നിന്ന് എനിക്ക് പോകാൻ പറ്റൂല. അത് ദാറ്റ് ഈസ് നോട്ട് ഫെയർ അല്ലേ? തിരിച്ചിപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടു, തിരിച്ച് ക്യാമറ അങ്ങോട്ട് പിടിച്ചപ്പോഴത്തേക്കും അവരുടെ ഫേസ് അവർ മറയ്ക്കുന്നത് കണ്ടോ?